ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പോയി നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇവിടെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു കൈപ്പിടി മല്ലിച്ചപ്പും പുതിനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ട് 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ സൈസ് സവാള ഒന്ന് കട്ട് ചെയ്തെങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചൊരു 10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 ചെറിയ കഷ്ണം പട്ടയും കുറച്ച് ഗ്രാമ്പും ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള പുളി ഇല്ലാതെ തൈരും കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഉപ്പിടാൻ വേണ്ടിയിട്ട് മറന്നിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3/4 കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കനൊക്കെ ഇവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ അരപ്പിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2-3/4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് കുറച്ച് വെള്ളപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കുകയാണ്. വെള്ളപ്പത്തേക്കാണ് കേട്ടോ ഞാൻ ഈ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. രണ്ടും കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്ത്തായി പോവും. അപ്പോൾ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസ്റ്റും സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തേങ്ങ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം നല്ലൊരു അടിപൊളി വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല പൂ പോലത്തെ വെള്ളപ്പം എന്നൊക്കെ പറയണേ അങ്ങനത്തെ കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഈസ്റ്റ് ചേർത്ത് വെള്ളപ്പൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അവർക്ക് തീരെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തേങ്ങ വെള്ളമാണെങ്കിലും ഈസ്റ്റ് ആണെങ്കിലും ഒന്നും അവർക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇടാതെ നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വെള്ളപ്പമാണ് കേട്ടത്. അപ്പോൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ടാണ് കേട്ടോ ഇത് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളപ്പൊക്കെ ഇവിടെ ഏകദേശം ഇങ്ങനെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഒരു മണിക്കൂർ ഒക്കെ സമയം ഞാൻ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനിവിടെ ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ ചൂടായി വരുമ്പോൾ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നമ്മൾ മിൽമേൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് ഏതാണ് ഉള്ളത് വെച്ചാൽ എടുക്കുക. ഇനി നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. മിൽമേൻ്റെ നെയ്യാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിൽമേൻ്റെ നെയ്യിലാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നെയ്യൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നാൽ മാത്രം മതി. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒരു സൈഡ് കുക്കായി. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടി കുക്കായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഇല്ലേ, അതും കൂടി ഞാൻ ബാക്കിയുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പും ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മിൽമേൻ്റെ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാലും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ആ മിക്സിയുടെ ജാറിലുള്ള ആ ഒരു കുറച്ച് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ കറിക്ക് ആവശ്യത്തിന് പാലാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുന്നുണ്ട്.
ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനൊരു അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് മേടിച്ച് കഴിക്കേണ്ടി വരും കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ കസൂരി മേത്തിയാണ് കേട്ടോ. ഇതൊരു നല്ലൊരു ഇതാണ് കേട്ടോ. ഈ കസൂരി മേത്തി നമ്മൾ ചിക്കൻ കറിയിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും നമ്മൾ മസ്റ്റ് ആവുക എന്ന് പറയില്ല, അതേപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇത് കസൂരി മേത്തി എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ഞാൻ ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ടാണ്, അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്. അവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ.